back പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓപ്പോന്റെ റെനോ സീരീസിലെ പുതിയൊരു ഫോണാണ് ഞാൻ അവതരിപ്പിക്കാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. റെനോ 7 പ്രോ വേരിയന്റിനേക്കാൾ സിമിലർ ആയിട്ടുള്ള 7 ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അയക്കുക, ഇതേപോലെ ടെക് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുക. അപ്പം നേരെ അൺബോക്സിംഗ്. അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിക്കാം. നല്ല അടിപൊളി കവറാണ്. നമ്മുടെ 7 പ്രോ റെനോ 7 പ്രോയുടെ സെയിം സിമിലർ ആയിട്ടുള്ള കവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡോടുകൂടി ആൻഡ്രോയിഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ, കളർ സ്റ്റാറി ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ് ഇതിൽ അവതരിപ്പിച്ചത്. ആദ്യമായിട്ടൊരു സ്റ്റാറി ബ്ലാക്ക് ഫോൺ ഇറക്കുന്നത് 8GB 250GB വേരിയൻ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ബോക്സ് പൊട്ടിക്കാണ്. നമുക്കിത് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ബോക്സ് ഓപ്പൺ ആക്കുകയാണ്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഫുൾ ഫിനിഷിൽ ഓപ്പോ എന്ന് എഴുതിയ ഒരു കവറാണുള്ളത്. ഇതിൽ എന്താണെന്നുള്ളത്, ഇതിൽ കേസും സിം ഇഞ്ചക്ടറൊക്കെ ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം. നമ്മളൊരു ഓപ്പോൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഉണ്ട്. പിന്നെ കുറച്ച് വാറൻറ്റി മാനുവൽ സിം ഇഞ്ചക്ടർ ടൂളുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പോ റെനോ 7 ഫോണാണ് അടുത്തത് വരാൻ പോകുന്നത്. സ്റ്റാറി ബ്ലാക്ക്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് പൊട്ടൻ മോഡ്, ബോക്കേഷ് ഫ്ലൈറ്റ് പൊട്ടൻ വീഡിയോ, 65 വോൾട്ട് സൂപ്പർ വോക്ക് ചാർജർ, TUV SU 36 month ഫ്ലുവൻസി റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ കവറും അങ്ങോട്ട് എടുക്കുകയാണ്. സ്റ്റാറി ബ്ലാക്ക്, പക്ഷെ ഒരു സ്റ്റാറി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല, ഇതായിരിക്കും സ്റ്റാറി ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. കേസ് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ട്രാൻസ്പെറൻറ്റ് കേസ് ആയതുകൊണ്ട് കളറൊക്കെ അതേപോലെ സെയിം, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടിയും നല്ലൊരു ഭംഗിയുള്ള കേസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഫോണിവിടെ നമുക്ക് വെക്കാം. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയാൽ 65 വോൾട്ട് സൂപ്പർ വോക്ക് ചാർജിങ്, പിന്നെ അതിൻ്റെ കേബിൾ, ഹെഡ്സെറ്റും വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് ബോക്സിലുള്ള ഐറ്റംസ്. ഇനി നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ റെനോ 7 സ്റ്റാറി ബ്ലാക്ക് കളറ്. അപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു 32 സെൽഫി ക്യാമറ പഞ്ചിങ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം കീയുടെ ഹൈ ബട്ടണും വോളിയം ലെസ് ബട്ടണും പിന്നെ സിം ട്രേയും വന്നിട്ടുണ്ട്. സിം ട്രേ എന്ന് വെച്ചാൽ 2 സിം ഇടാൻ പറ്റിയ ടൈപ്പും പ്ലസ് മെമ്മറി കാർഡ് ഇടാൻ പറ്റിയതുമാണ്. പിന്നെ സെറ്റിൻ്റെ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ സി ടൈപ്പ് ചാർജിങ് കേബിൾ, സ്പീക്കർ, 3.5mm ഹെഡ്സെറ്റ് പോർട്ട്, മൈക്ക്. സെറ്റിൻ്റെ ബാക്ക് പാനലിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സൺലൈറ്റിൽ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കൂടി തിളങ്ങുന്ന ടൈപ്പ് കളറാണ്. 64 MB ക്യാമറ, 4 cm മൈക്രോ ക്യാമറ, ഫ്ലാഷ് ലൈറ്റ്. റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ ഓൺ ഓഫ് സ്വിച്ചാണ് വന്നിരിക്കുന്നത്. സെറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയ സെൻസർ പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. വലിയ വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ് സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡ് ഫോണാണ്. പിന്നെ 5G ഫോണാണ്. ഹെഡ്സെറ്റ് സോക്കറ്റ് അവൈലബിൾ ആണ്. സാധാരണ ഇതിപ്പോൾ ഒരു ട്രെൻഡിക്കാണ് ഇതില്ലാത്തത്, പക്ഷേ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് AMOLOID ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ ആണ്. HD ആണ്, HD+ അല്ല, HD ആണ്. റെനോ 7 പ്രോനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു ക്യാമറയുടെ അഡ്വാൻറ്റേജസ് വളരെ വലുതാണ്. കാരണം ഒരു DSLR ക്യാമറയുടെ അതേ ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. 6.43 ഇഞ്ച്
ഫുൾ HD AMOLOID ഡിസ്പ്ലേ ആണ്. 90Hz റിഫ്രഷ് റേറ്റ്സ് ഉണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഡിസ്പ്ലേ നല്ല സ്മൂത്ത് ആൻഡ് എനേബിൾ ആണ്. അതാണെങ്കിൽ 64 MP റിയർ ക്യാമറ, ട്രിപ്പിൾ ക്യാമറയാണ്. 32 MP സെൽഫി ക്യാമറ അവൈലബിൾ ആണ്. 118 ഡിഗ്രി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടിയാണ്. 4 സെന്റിമീറ്റർ മൈക്രോ ക്യാമറയും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ 64 MP റിയർ ക്യാമറയുടെ പവർ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഇതിലാണ് വന്നത്. ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ക്യാമറ. ഇനി നമുക്ക് ഇതിൻ്റെ സെൽഫി ഒന്ന് നോക്കാം. ഇതിൻ്റെ സെൽഫി നോക്കുമ്പോൾ ഈ ഒരു രീതിയാണ് സെൽഫി വന്നേക്കുന്നത്. വീഡിയോ ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വീഡിയോ ക്വാളിറ്റി വന്നേക്കുന്നത്. അടിപൊളി സൂപ്പർ വീഡിയോ ക്വാളിറ്റിയാണ് വന്നേക്കുന്നത്. എക്സ്ട്രാ സൂമിംഗ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പോ ഇറക്കിയതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോണെന്ന് നമുക്ക് പറയാം. 8 GB റാം ആണ് ഇതിലുള്ളത്. 5 GB എക്സ്റ്റൻഷനും കൂടിയുണ്ട്. 256 മെമ്മറിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മീഡിയാടെക് ഡയമൻസിറ്റി 900 5G പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗെയിം കളിക്കാനും പറ്റിയൊരു നല്ലൊരു ഫോൺ തന്നെയാണ്. 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 65 വോൾട്ട് സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സൂപ്പർ വൂക്ക് എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറോളം ഗെയിം വരെ കളിക്കാമെന്നാണ് ഓപ്പോ Reno7 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓപ്പോ Reno7 ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആകെ 4500 ബാറ്ററി. അതൊരു ഇത്രയും 29,000 രൂപയോളം റേറ്റ് വരുന്ന ഈ സെറ്റിന് ആ ഒരു ഇത് വളരെ കുറവായി പോയി. പിന്നെ HD+ അല്ല, ഫുൾ HD ആണ്. അപ്പോൾ അതും ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളിലൊന്നും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നില്ല. പിന്നെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 11 ആണ്. 2022 ഇറങ്ങിയ ഒരു ഫോണ് ആൻഡ്രോയിഡ് 11 എന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 11ലാണ് കൊടുത്തിരിക്കുന്നത്, 12ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെയാണ് Reno7ന്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾ നൗഫൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഗെറ്റ് മോട്ടോ. അപ്പോൾ ടെക് വിശേഷവുമായി അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.